ഹലോ ഗായ്സ്, ജാസ് ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി ഡിഷുമായിട്ടാണ്. ഇത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കിയാലോ. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഈ തേങ്ങയും ചെറിയ ഉള്ളിയുടെയും നല്ല ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റാണ് നമ്മുടെ ഡിഷിനെ വെറൈറ്റി ആക്കുന്നത്. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ക്രഷ് ചെയ്തെടുത്ത തേങ്ങയുടെ മിക്സ് നേരത്തെ എടുത്ത് വെച്ച പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു കയ്യിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് നന്നായി തിളപ്പിച്ച വെള്ളമാണ്. അപ്പോൾ നമുക്കിതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ധാരാളം വെള്ളം ആവശ്യമുണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കണം. കൈവച്ച് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്താലും മതി. പുട്ടുപൊടി ആയതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കും. അപ്പോൾ അതിന് പാകത്തിന് ഇതേപോലെ ഒഴിച്ച് കൊടുത്ത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ചെയ്താൽ മതി. ഇനി ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കിയ ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതാ മാവ് റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്തതാണ്. ഇനി ഇതുപോലെ ബോളാക്കി എടുക്കണം. കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ബോളാക്കി എടുത്താൽ മതി. ഇനി ഇതിനെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് പരത്തിയെടുക്കുക. ഇനി ഇതുപോലൊരു ഗ്ലാസ് എടുത്തിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കണം. 1 ഇഞ്ച് കട്ടിയിലാണ് ഞാനിതിനെ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ എണ്ണ ചൂടായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് നേരത്തെ മുറിച്ച് വെച്ച് ഈ സ്നാക്സിനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഇളം മഞ്ഞ നിറമാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം.
അപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ സ്നാക്സ് പാകമായി വന്നിട്ടുണ്ട്. ആ ഒരു കാപ്പി കളറിൽ വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ബാക്കി കൂടി ഇതിലേക്ക് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊരിച്ചപ്പത്തിരിയുടെ റെസിപ്പിയാണ് ഇത്. പുട്ടുപൊടി വെച്ചാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ നിങ്ങൾ സേഫായിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.